ഹലോ ഹായ് നമസ്കാരം. ഹെൽത്തിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എൻ്റെ വർക്കിംഗ് സ്റ്റൈലിൽ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തുകയാണ്. അതിലൊന്ന് ഇരുന്ന് വർക്ക് ചെയ്യുന്നത് കുറച്ച് നിന്ന് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതൽ സമയം ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞാൻ ആ ഭാവിയിൽ കുറച്ച് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിന്ന് വർക്ക് ചെയ്യുന്ന ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ടേബിൾ വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ടെക് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് വേറെ ആരുടെ ആടല്ല, എൻ്റെ സ്വന്തം ആടാണ്. പിന്നെ ബി എ ഡൈനാമിക്കിൻ്റെ പുതിയൊരു ഹെഡ്ഫോൺ നമ്മുടെ പോഡ്കാസ്റ്റ് ചാനലിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെയും അൺബോക്സിംഗ് വീഡിയോ ടെക് ചാനലിലുണ്ട്, പ്ലസ് പോഡ്കാസ്റ്റ് ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് കിൽ എന്ന സിനിമയെക്കുറിച്ചാണ്. ഒന്നും പറയാനില്ല മാൻ. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള സർട്ടിഫിക്കേഷനുള്ള അതിമാരകമായ വയലൻറ്റ് ആയിട്ടുള്ള ഒരു സിനിമ പോയി കാണാനുള്ള ആംബിയർ നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. അതായത് ഇന്ത്യൻ സിനിമകളിൽ, ഇന്ത്യൻ ആക്ഷൻ സിനിമകളിൽ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള, ഇത്രയും എന്താ പറയുക, ഹാർഡ് കോർ സാധനം ഇതിന് മുമ്പ് ഇതുപോലെ ആക്ഷൻ കാണിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ സിനിമ ഉണ്ടെന്ന് കാണിച്ചു തരികയാണെങ്കിൽ അത് കണ്ടിട്ടേ പിന്നെ ഞാൻ വേറെ ഒരു സിനിമയും കാണുള്ളൂ. അത്രയും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ആ റേഞ്ചിൽ അവന്മാർ ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു വലിയ കഥയൊന്നും ഇതിന് പറയാനില്ല. പക്ഷേ വളരെ കുറച്ച് സമയം കൊണ്ട് നായകൻ ആരാണ് എന്നുള്ളതും അയാളുടെ കൂട്ടുകാരൻ ആരാണെന്നുള്ളതും ഈ കൊള്ളക്കാരെന്താണെന്നുള്ളതും അവരെത്ര ബ്രൂട്ടലാണെന്നുള്ളതൊക്കെ വളരെ വളരെ കുറച്ച് സമയം കൊണ്ട് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ആ റേഞ്ചിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു പ്രണയമുണ്ട്. ഈ പ്രണയം കാണിക്കാൻ വേണ്ടിയിട്ട് 2 പാട്ട് 25 കിലോമീറ്റർ ഡയലോഗൊക്കെ വേണമെന്ന് പറയുന്ന ടിപ്പിക്കൽ ഇന്ത്യൻ ക്ലീഷേനെ പൊളിച്ചെടുക്കുന്ന വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു പ്രേമം അതിൻ്റെ തീവ്രതയൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ്. അതേ പറയാം, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ച് സമയങ്ങളും പിന്നെ അങ്ങോട്ട് ആക്ഷനാണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ പടം തുടങ്ങി ഒരു 10-15 മിനിറ്റ് നമുക്ക് എന്താ ഇത് പോട്ടെ ആയിക്കോട്ടെ. ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടില്ലേ. ട്രെയിലറിൻ്റെ ഫസ്റ്റത്തെ കുറച്ച് സാധനം കണ്ടപ്പോഴേ ഞാൻ അവിടെ വെച്ച് നിർത്തി. ഇത് ഫുള്ളായിട്ട് തിയേറ്ററിൽ കണ്ടാൽ മതി എന്ന് എനിക്ക് ഫീൽ ചെയ്തു ട്രെയിലർ കണ്ടപ്പോൾ. എൻ്റെ മോനെ, ട്രെയിലറൊന്നും കാണാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വിപ്ലവകരമായ സിനിമ എന്നൊക്കെ പറയുന്ന രീതിയിലൊരു സാധനമാവും. ഇനി അതല്ല, ട്രെയിലറൊക്കെ കണ്ടിട്ട് പോയി എക്സ്പെക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ എത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനപ്പുറം ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. എന്താ പറയുക, ഈ തലതല്ലിപ്പൊളി ചിടി എന്നൊക്കെ പറയില്ലേ. പക്ഷേ എൻ്റെ വലിയൊരു റിക്വസ്റ്റാണ്, 18 വയസ്സിന് മുകളിൽ പ്രായമായിട്ടില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ, അത് സെൻസർ ബോർഡ് പറയുന്നതാണ്, ഞാൻ പറയുന്നത്, അത്യാവശ്യം എവിടെയെങ്കിലും ഒരു ഇടിപ്പടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ബാക്കി എല്ലാവരും ഇടിക്കാൻ തോന്നുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, അങ്ങനെ ഇടിച്ച് ഇതിനു മുമ്പ് കംപ്ലയിൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ സിനിമയ്ക്ക് പോകരുത്. കാര്യം ഈ സിനിമ അത്രയും ബ്രൂട്ടലായിട്ട് ബ്ലഡ് ഇടികൊണ്ട് തകർന്നു പോകുന്ന ആളുകൾ, അവരുടെ ശരീരഭാഗങ്ങൾ, അതൊക്കെ നല്ല ക്ലീനായിട്ട് കാണിക്കുന്ന, ഒരു സെൻസറിങ്ങും ചെയ്തിട്ടില്ലാതെ അവർ പുറത്തിറക്കിയിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ അതൊക്കെ കാണുക, ആൻഡ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു പക്വത നേടിയിട്ടുള്ള ആൾ. സെൻസർ ബോർഡ് പറയുന്നത് 18 വയസ്സാണ്, ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു 10, 23, 24 വയസ്സെങ്കിലും ആവുമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ഈ പടത്തിന് പോകാവുള്ളൂ. കുട്ടികൾ, ഗർഭിണികൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ കാണരുത് എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെ സാധനം. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതായത് ഈ ആനിമൽ എന്ന് പറയുന്ന സിനിമയൊക്കെ കാണിച്ചിട്ട് ആക്ഷൻ, മറ്റേ ബ്ലഡ് സംഭവങ്ങൾ ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന അങ്ങനെ എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. എനിക്കത് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്താ പറയുക, KGF എന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് മറ്റേ കറങ്ങുന്ന ബുള്ളറ്റ് സാധനം, എനിക്കത് ഭയങ്കര കോമഡി ആയിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത സീനുകളൊക്കെ എനിക്ക് ആ സിനിമയിൽ കോമഡി ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഈ സിനിമ, ആ സിനിമ ഗംഭീരമാണെന്ന് പറഞ്ഞവൻ കണ്ടു കഴിഞ്ഞാൽ വേറൊരു മൈൻഡിലായിപ്പോൾ. ആ റേഞ്ചിൽ അവരെടുത്തു വെച്ചിട്ടുണ്ട് ആക്ഷൻ. നമ്മളൊരു കൊറിയൻ പടം, കൊറിയൻ എന്നല്ലെന്നേ, അതുക്കും അപ്പുറം, ജോൺ വിക്കിനും അപ്പുറം എന്ന് എനിക്ക് ചില സ്ഥലത്ത് തോന്നിപ്പോയി. ഞാൻ പറയുന്ന ആക്ഷൻ കൊറിയോഗ്രഫിയിലൊന്നും അല്ല, അത് ജോൺ വിക്കുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനുള്ളതില്ല. പക്ഷേ അത് കാണിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ബ്രൂട്ടൽ ഫേസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അത് എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഒരു സിനിമയാണ് എന്ന് മനസ്സിലാക്കി ഇത് സിനിമയിൽ മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ, റിയൽ ലൈഫിൽ നമ്മളിങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് പോയി കാണാവുന്നൊരു സിനിമയാണിത്. സിനിമയായി കാണുന്ന ആളുകൾ, അതിനുള്ള പക്വത എത്തിയിട്ടുള്ള ആളുകൾ എന്ന് പ്രത്യേകം പറയണം. അപ്പോൾ അങ്ങനെ കണ്ടു നോക്കുക. ആൻഡ് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ എന്ന് പറയാൻ കാര്യം, ഈ സിനിമ ചിലപ്പോൾ OTT കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ഇങ്ങനെ വെട്ടുന്നു കുത്തുന്നു, എന്തെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് അങ്ങനെ കണ്ട സിനിമയല്ല. തിയേറ്ററിൽ നല്ല സൗണ്ട് എഫക്റ്റിൽ വനിതാ തിയേറ്ററിനെ ഞാനൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഗംഭീര സൗണ്ടിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. വിഷ്വലിയും അടിപൊളിയായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ആക്ഷൻ കൊറിയോഗ്രഫി മാരകം. ഞാൻ പ്രത്യേകിച്ച് പോയിന്റ്സ് ഒന്നും ഇല്ലാതെ ഒരുപാട് ഒരു സിനിമയെക്കുറിച്ച് പറയുന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. കാര്യം ഈ സിനിമയിൽ വലിയ കാര്യമായിട്ട് ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനില്ല. ആക്ഷനാണ്, ആക്ഷൻ, ബ്രൂട്ടൽ വയലൻറ്റ് ആക്ഷൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.